ചില വർഷങ്ങൾക്കപ്പുറം അതിസാഹസികനായ ഒരു ചെറുപ്പക്കാരൻ വനാന്തരത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നിർഭാഗ്യവശാൽ അവിചാരിതമായി തൻ്റെ കാലുകൾ ഇടറി അദ്ദേഹം അഗാധ ഗർത്തത്തിലേക്ക് പതിച്ചു. ശക്തിയോടെ ഈ ഗർത്തത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇവൻ ഇങ്ങനെ ഊക്കോടെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഭാഗ്യവശാൽ അവൻ്റെ കരം ആ ഗർത്തത്തിൻ്റെ അടിത്തട്ടിലുള്ള വേരിൽ പിടികിട്ടി. അവിടെ ഇങ്ങനെ ആ വേരിൽ പിടിച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. അവസരം അവൻ്റെ ഓർമ്മയിലേക്ക് അനേക കാര്യങ്ങൾ കടന്നു വന്നു. തൻ്റെ ഭവനം, ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, തൻ്റെ കുഞ്ഞുങ്ങൾ, ഇവരുടെ ഓർമ്മയൊക്കെ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ അസ്വസ്ഥനാക്കാൻ തുടങ്ങി. തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഭവനത്തെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ അവനെ അസ്വസ്ഥനാക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചിന്തിച്ചു, ചില നിമിഷങ്ങൾ കഴിയും, എൻ്റെ കരങ്ങൾ ബലഹീനമായി, ഞാൻ ശക്തി ക്ഷയിച്ച് ഈ ഗർത്തത്തിൻ്റെ അടിത്തട്ടിൽ അവസാനിക്കും. ഈ അവസരം തന്നെ ഭരിക്കുന്ന നിരാശയുടെ നടുവിൽ അവിടെ കടന്നുകൊണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെ നിലവിളിച്ചു, മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ദയവായി രക്ഷിക്കണമേ. ആ ചെറുപ്പക്കാരൻ്റെ നിലവിളി ആ ഗർത്തത്തിൻ്റെ ഇരുതല്ലങ്ങൾ തട്ടി ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഈ അവനവിടെ കിടന്ന് നിലവിളിച്ചു, മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ദയവായി എന്നെ രക്ഷിക്കണമേ. ചില നിമിഷങ്ങൾ അവൻ്റെ ആ ശബ്ദത്തിന് പ്രതിധ്വനി എന്നവണ്ണം അന്തരീക്ഷത്തിൽ ഒരു മറുപടി ഇങ്ങനെ ഉണ്ടായി, ഉണ്ട്. ആ ചെറുപ്പക്കാരൻ കാതോർത്തു, ആരാണ്? ദയവായി എന്നെ രക്ഷിച്ചാലും. പറഞ്ഞു, ഞാനാണ് ദൈവം. ദൈവം ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ ചോദിച്ചു എന്നാണ് ഈ കഥയിൽ പറയുന്നത്. എനിക്ക് നിന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അവൻ പറഞ്ഞു, ഉവ്വ് ദൈവമേ, അങ്ങേക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ അത്തരത്തിൽ ദൈവത്തിന് മറുപടി നൽകി. അപ്പോൾ ദൈവം ആ ചെറുപ്പക്കാരനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ പിടിച്ചിരിക്കുന്ന ഈ വേരിൽ നിന്നും പിടിവിടാൻ തയ്യാറാകുക. വിടുമോ? ഞാനും നിങ്ങളുമാണെങ്കിൽ വിടുമോ? തനിക്ക് തൻ്റെ രക്ഷയ്ക്കായി അവസാന എത്താണി എന്ന വണ്ണം തനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പിടിവള്ളിയാണ് ഈ വേര്. ഈ വേരിൽ നിന്നും പിടിവിടുവാനാണ് ദൈവം തന്നോട് ആവശ്യപ്പെടുന്നത്. ഈ വേരിൽ നിന്നും പിടിവിട്ടാൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ രക്ഷിക്കാം. എത്ര പേർക്ക് മനസ്സിലായി? ഒരു വർഷത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തി നിൽക്കുന്ന വിശ്വാസത്തിൻ്റെ സമൂഹമേ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മോടും ആവശ്യപ്പെടുന്ന അതാണ്. എന്താണ് വിശ്വാസമെന്ന് പറയുന്നത്? ചില വിശ്വാസത്തിൻ്റെ വചസ്സുകൾ, വാക്കുകൾ ഏറ്റുപറയുന്നതാണോ വിശ്വാസം? പ്രൈസ് ദി ലോർഡ്. ചില പ്രത്യേക തരത്തിലുള്ള ഏറ്റുപറയുന്ന വാക്കുകളല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ. ആമീൻ. ഇന്ന് പകൽക്കാലം അർത്ഥവത്തായ വിശ്വാസം, വിശുദ്ധ വേദം വിവക്ഷിക്കുന്ന വിശ്വാസം എന്താ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവൻ എന്താ വിശ്വസിക്കേണ്ടത്? ഞാൻ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ ആമീൻ ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അവൻ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില സ്ലോഗൻസ് ഏറ്റുപറയുന്നതല്ല, ആമീൻ, ചില ഏറ്റുപറച്ചിൽ നടത്തുന്നതല്ല വിശ്വാസം. ആമീൻ. അത് ഹൃദയത്തിൽ സംഭവിക്കേണ്ട ഒന്നാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം എന്നെ രക്ഷിക്കുവാൻ, ദൈവം എന്നെ സഹായിക്കുവാൻ, ദൈവം എന്നെ ആമീൻ വിടുവിക്കുവാൻ ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും മതിയായവനാണെന്നുള്ള ഉത്തമ ബോധ്യമാണ്.
ഉറച്ച ആമീൻ അവബോധമാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമീൻ. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയട്ടെ, നീ ഇന്ന് പിടിച്ചിരിക്കുന്ന സ്വയാശ്രയത്തിന്റെയും പരാശ്രയത്തിന്റെയും കമ്പുകളിൽ നിന്ന് പിടിവിട്ട് ആമീൻ ദൈവത്തിന്റെ കരതലങ്ങളിൽ നിന്നെയും നിന്റെ ജീവിതത്തെയും നിന്റെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ആമീൻ നിന്റെ പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ദൈവത്തിന് പ്രവേശനം നൽകുന്നതാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലേക്ക് ആമീൻ പ്രൈസ് ദി ലോർഡ് ആമീൻ സർവചരാചര നിയന്ത്രിതാവായ സർവശക്തനായ ദൈവത്തിന് ഇടം നൽകുന്നതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ. തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നിന്റെ ലാസ്റ്റ് ബസ് എന്ന് നീ ചിന്തിച്ചിരിക്കുന്ന ചില വിഷയം, ഇതെൻ്റെ അവസാന എത്താടിയാണ്, അവസാന പിടിവള്ളിയാണ്, ആമീൻ പ്രൈസ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില മേഖലകളിൽ അതൊന്നിനും നിന്നെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം രക്ഷിക്കുവാൻ കഴിയുന്നവൻ അടുത്ത് വന്ന് ആമീൻ 2000 വർഷങ്ങൾക്കപ്പുറം ബെഥേസ്ദാ കുളത്തിൻ്റെ കരയിൽ ഉയർന്നു പൊങ്ങിയൊരു ചോദ്യമുണ്ട്. ആമീൻ പ്രൈസ് ദി ലോർഡ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങളിലേക്ക് നോക്കുന്ന ആമീൻ ഹല്ലേലൂയ അല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധ്യതകളിലേക്ക് നോക്കുന്നതാണ് വിശ്വാസം. ലുക്ക് അറ്റ് ദ പോസിബിലിറ്റീസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇതാ ബെഥേസ്ദാ കുളത്തിന്റെ കരയിൽ 38 വർഷം ആമീനായി ഒരു മനുഷ്യൻ കിടക്കുകയാ. അനേക വ്യാധികളും ദീനക്കാരും ആമീൻ ആവശ്യക്കാരും ഒക്കെ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ അവനും ആശ്വാസത്തിനായി ആയിരിക്കുകയാ. വർഷങ്ങൾ 38 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ യാതൊരു ആശ്വാസമില്ലാതെ താൻ ഏതവസ്ഥയിൽ ഇവിടെ എത്തിച്ചേർന്നോ അതേ അവസ്ഥയിൽ അവരിവിടെ ആയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇവൻ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? ഒരവസരത്തിനായിട്ടാണ്. ആമീൻ. കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കുന്ന അവസരത്തിനായി അവൻ കാത്തിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഈ ചെറിയ കൂട്ടമായി ഇതിൻ്റെ നടുവിൽ ദൈവശബ്ദം കേൾക്കുന്ന പലരും ആമീൻ നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിനായി വെളിപ്പെടുന്ന ഒരവസരത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണ്. ആ അവസരത്തിനായിട്ടുള്ള പാഴ്ശ്രമങ്ങൾ നടത്തി നീണ്ട വർഷങ്ങൾ പിന്നിട്ടവർ, 5, 8, 10, 12 വർഷം പിന്നിട്ടവർ ഇതിൻ്റെ നടുവിലുണ്ട്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് പറയുക, സാഹചര്യങ്ങളിലേക്ക് നീ നോക്കരുത്, നിന്റെ പ്രശ്നത്തിലേക്ക് നീ നോക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ മുമ്പിൽ ഒരുക്കുന്ന സാധ്യതകളിലേക്ക് നോക്ക്. ഇന്ന് പകൽക്കാലം കണ്ണുകൾ ഉയർത്തി ആര് ദൈവം ഒരുക്കുന്ന സാധ്യതകളിലേക്ക് കണ്ണുയർത്തുവാൻ തയ്യാറാകുമോ? ആമീൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിന്റെ പ്രശ്നത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുവാൻ താല്പര്യപ്പെടുകയാ. ഇവൻ കുളത്തിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ, ആമീൻ സാഹചര്യത്തിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ ആമീൻ പ്രൈസ്, സാക്ഷാൽ അവന്റെ പ്രശ്നത്തിന്റെ പരിഹാരകനായവൻ ഈ പ്രശ്നത്തിന്റെ നടുവിലേക്ക് ഇറങ്ങുകയാണ്. പ്രശ്ന പരിഹാര സങ്കേതങ്ങൾ തേടി നാം ഇങ്ങനെ നെട്ടോട്ടം ഓടുകയില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം നീ എങ്ങും പോകണ്ട. നിന്റെ പ്രശ്നത്തിൻ്റെ അരികിലേക്ക് അവൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുക, ആമീൻ എത്രയോ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഓടുന്നു നമ്മുടെ പ്രശ്ന പരിഹാരത്തിനായി. ഇന്ന് പകൽക്കാലം നീ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്റെ അവസ്ഥകളറിഞ്ഞ് ആവശ്യമറിഞ്ഞ് അവിടുന്ന് അടുത്ത് വരുന്നവനാ. പ്രൈസ് നമ്മൾ പാടിയതുപോലെ അവന് കഴിയാത്തതൊന്നുമില്ല. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ബാധ്യതയല്ല, അവനെ പോലെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അവനൊപ്പം പറയാൻ ആരുമില്ല. ഇന്ന് പകൽക്കാലം അവൻ ചോദിക്കുന്നു, പ്രൈസ് ദി ലോർഡ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ?
എന്തുകൊണ്ടാണ് അവൻ ഇത്തരത്തിലായിരിക്കാൻ കാരണം? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒറ്റ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കുക. he judges the person by past. 38 വർഷം പരാജയത്തിൻ്റെയും പരിവേദനങ്ങളുടെയും നഷ്ടങ്ങളുടെയും ശൂന്യതകളുടെയും ഇല്ലായ്മകളുടെയും വെല്ലായ്മകളുടെയും കഥയാണ് ഇവർ പറയാനുള്ളത്. ദൈവമക്കളോട് ഞാൻ പറയാം, ഇന്നലെ വരെ എന്താണെങ്കിലും നിന്റെ ദൈവം മതിയായവനാ. മനസ്സിലായോ? ഇന്നലകൾ നൽകുന്ന സന്ദേശം എന്തു തന്നെയാണെങ്കിലും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം നിന്നെ നടത്തുവാൻ മതിയായവനാ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാൻ. എത്രമാത്രം നിരാശകളും പരാജയങ്ങളും വന്നാലും യേശു ചിത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ചരിത്രം മാറാൻ പോകുകയാ, നിന്റെ അവസ്ഥകൾ മാറാൻ പോകുകയാ, നിന്റെ പ്രശ്നം മാറാൻ പോകുകയാ. നീ ഇന്ന് കണ്ണും നട്ടിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാർ, പ്രൈസ് ദി ലോർഡ്, സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് കണ്ണും നട്ട് നീ നിരാശയോടെ നിസ്സഹായതയോടെ ആയിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യങ്ങളെ എല്ലാം മാറ്റിമറിക്കുവാൻ കഴിയുന്നവൻ, ഹല്ലേലൂയ, അവൻ നിന്റെ ജീവിത ചരിത്രത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുക. അവിടെ എന്താ സംഭവിക്കുക? Everything has to change. എല്ലാം മാറി മറിയാൻ പോകുകയാണ്. നിന്റെ നഷ്ടങ്ങൾ മാറി മറിയും. നിന്റെ പരാജയത്തിൻ്റെ ഇന്നലകൾ അവസാനിക്കാൻ പോകുകയാണ്. നിന്റെ ശൂന്യയുടെ ഇന്നലകൾ മാറാൻ പോകുകയാണ്. നിന്റെ വേദനയുടെ ഇന്നലകൾ മാറാൻ പോകുകയാണ്. നിന്റെ നിരാശ നിറഞ്ഞ ജീവിതത്തിൻ്റെ കാലങ്ങൾ മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇവന്റെ പരിവേദനം എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവൻ ഇന്നലകളെ നോക്കിക്കൊണ്ട് പറയുക, ഇന്നൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല, ഈ പ്രശ്നം മാറില്ല, ഈ വേദന മാറില്ല. അത്തരത്തിൽ നിഷേധാത്മകമായ ചിന്തയോടെ ഇവനെവിടെ ആയിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ നിഷേധാത്മകമായ ചിന്ത പോലെ നമ്മെ തളർത്തിക്കളയാൻ കഴിയുന്ന മറ്റൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആരും ഇത്തരത്തിൽ സംസാരിക്കുന്ന ആൾക്കാരുടെ അടുക്കലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ 38 വർഷമല്ല 90 വർഷം കിടത്തിക്കളയുന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ള ചിന്ത. ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോയാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ രക്ഷ നീ കാണുക തന്നെ ചെയ്യുക. ദൈവപ്രവൃത്തി യഹോവയുടെ നന്മ ജീവനുള്ള ദേശത്ത് ഞാൻ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്കയ്യോ കഷ്ടം. ക്രിസ്മസ് രാവുകളിൽ നാം ഓർക്കുന്നൊരു മനുഷ്യനുണ്ട്, നീണ്ട വർഷങ്ങൾ എസ്ഐയാ പ്രവാചകന്റെ എഴുത്തുകാരനായി ആയിരുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനായി നീണ്ട വർഷങ്ങൾ കാത്തിരുന്ന മനുഷ്യൻ ഒരു ദിവസം ആരാധനാലയത്തിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു ചോരക്കുഞ്ഞ് അവന്റെ കയ്യിലേക്ക് എത്തപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുക, നാഥാ, എന്നെ സമാധാനത്തോടെ നീ മടക്കി അയക്കണമേ. സകല ജാതികളുടെയും മുമ്പിൽ നീ ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച നീ കേട്ട വാഗ്ദത്തം, നീ പ്രാപിച്ച വാഗ്ദത്തം, ദൈവം നിന്നോട് അരുളി ചെയ്ത വാഗ്ദത്തം, അതിന്റെ നിവർത്തീകരണം നീ കാണാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് ഇന്നലകൾ നിന്നോട് എന്തും സമ്പാദിക്കട്ടെ, നിന്റെ അയൽക്കാർ, സ്നേഹിതർ, ചുറ്റുപാടുകൾ ഏതെല്ലാം തരത്തിൽ നിന്നോട് ഇടപെട്ടെ, അത്തരം വാക്കുകളെ കണ്ട് നീ നിരാശപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം നിന്റെ സാഹചര്യങ്ങൾക്ക് അതീതനായി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം, പ്രൈസ് ദി ലോർഡ്, അവൻ പറയുന്നു, സാഹചര്യങ്ങളിലേക്ക് നോക്കുകയല്ല,
സാധ്യതകളിലേക്ക് നോക്കുക. ഞാൻ വിവരിക്കുന്നില്ല. ആമേൻ. ഒറ്റ കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങളെ നോക്കിയിരിക്കുകയല്ല, പ്രൈസ് ദി ലോർഡ്, സാധ്യതകളെ നോക്കുക. ഇന്നലകളുടെ വെളിച്ചത്തിൽ ഇന്നുകളെ വിലയിരുത്തുകയല്ല. ആമീൻ. രണ്ടാമതായി ഞാൻ പറഞ്ഞത്, ആമീൻ, പ്രശ്നങ്ങളിലേക്ക് നോക്കുകയല്ല, സാധ്യതകളിലേക്ക് നോക്കുക. പ്രൈസ് ദി ലോർഡ്. ഇവൻ പറയുന്നു, ഞാൻ പരിശ്രമിച്ചു, പരാജയപ്പെട്ടു. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ്. എന്നെ സഹായിക്കുവാൻ ആരുമില്ല. മാത്രമല്ല, എൻ്റെ അവസരങ്ങളൊക്കെ എനിക്ക് നിഷേധിക്കപ്പെടുകയാ, എനിക്ക് ന്യായമായി ലഭിക്കേണ്ടതൊക്കെ നഷ്ടപ്പെടുകയാ, എനിക്ക് മുമ്പായി മറ്റൊരുത്തൻ ഇറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ചോദിക്കുന്നത്, അവനോട് ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പരിവേദനങ്ങൾ, നമ്മളൊക്കെ ഈ പരിഭവം പാർവതിമാരായി പലപ്പോഴും നമുക്കെപ്പോഴും പരാതികളേ ഉള്ളൂ, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ഈ പരാതി പറയുന്നതിൻ്റെ അടുത്ത് നിന്റെ പ്രശ്നം എന്താണെന്നാണ് ചോദിച്ചത്. അല്ല, അവനോട് ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നീ ആഗ്രഹിച്ചാൽ അനുഗ്രഹം നിന്റെ അതിരിനുള്ളിൽ വെളിപ്പെടുന്ന നിനക്ക് കാണാൻ കഴിയും. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. I mean, do you want to be healed? ഇന്ന് പകൽക്കാലം, ഇന്നലെ വരെ എന്ത് സംഭവിച്ചു എന്ന് നീ കണക്ക് കൂട്ടണ്ട, ചിന്തിക്കണ്ട. ഇന്ന് ദൈവം നിന്നോട് പറയുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നീ നിന്റെ പ്രശ്നത്തിലേക്ക് നോക്കണ്ട. ദൈവം, നമ്മുടെ സാധ്യത എന്താ? യേശുവാണ് നമ്മുടെ സാധ്യത. പ്രൈസ് ദി ലോർഡ്. ഏത് പ്രശ്നത്തിനും ഒരൊറ്റ സാധ്യതയുള്ളൂ. മനസ്സിലായവർ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സകല പ്രശ്നങ്ങൾക്കും ഏക ഉത്തരമാണവൻ. നിന്റെ പോസിബിലിറ്റി അവനിലാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, എക്സെപ്റ്റ് വൺ നെയിം. ഹല്ലേലൂയ. യേശുവിന്റെ നാമമാണത്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം അവനാണ്. ഞാനിവിടെ നിർത്തട്ടെ ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഇന്നലകളുടെ വെളിച്ചത്തിൽ ഇന്നുകളെ വിലയിരുത്താം. ആമേൻ. വിലയിരുത്തരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ഇന്നലകളുടെ ദൈവമല്ല, അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രശ്നത്തിലേക്ക് നോക്കാതെ സാധ്യതകളിലേക്ക് നോക്കൂ.